ഹലോ വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ വിങ്സ്. ഇന്ന് നമ്മളിതാ പള്ളി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് പള്ളിയാണ്. നമ്മുടെ എടപ്പള്ളി പള്ളി കേട്ടോ. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പള്ളി. 14 നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ ഇത്. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ പൗരാണികമായിട്ടുള്ളൊരു ദേവാലയമാണിത്. ഇവിടെ എത്തിച്ചേരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇങ്ങോട്ടുള്ളത്, ആലുവ വഴി വരുമ്പോൾ. അതുപോലെ ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ബസ്സിലാണ് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അടുത്ത് മെട്രോ ഉണ്ട് കേട്ടോ. എളുപ്പത്തിലെത്താൻ പറ്റുന്ന പള്ളിയാണ്. പറവൂർ കോട്ടക്കാവ് പള്ളിക്കും ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള പള്ളി എന്ന കാരണം കൊണ്ടാണ് എടപ്പള്ളി പള്ളി എന്ന പേര് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏപ്രിൽ 25 കൊടി കയറി മെയ് 3-4 തീയതികളിലാണ് പ്രധാന തിരുനാൾ. 10-11 തീയതികളിൽ 8ാം തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മുടെ കോഴിയാട്ടോ ഇവിടുത്തെ പ്രധാന നേർച്ച. ആദ്യമൊക്കെ എല്ലാ വർഷവും പെരുന്നാളിന് ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. പെരുന്നാളിന് വന്ന് നേർച്ചയിട്ട് കോഴീനെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള വീടുകളിൽ പോയി നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാനുള്ള പാത്രവും സാധനങ്ങളൊക്കെ തന്ന് അവിടെ തന്നെ വെച്ച് കറിയൊക്കെ വെച്ചിട്ട് ഇതും കൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നു. ഈ കോഴിയുടെ പൈസ, അതായത് നേർച്ചയായിട്ട് ആ കോഴിക്കുള്ള പൈസ അവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കോഴീനോട് കറി വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് പിന്നെ നാട്ടിലൊന്നും ഇല്ല, അത് വരാൻ പറ്റില്ല. അതേസമയം +2 കഴിയുന്നവർക്ക് ഒരു ഇതെല്ലാ വർഷം വന്നുകൊണ്ടിരുന്നത് അവിടെ. നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ഒരുപാട് കൊത്തുപണികൾ, എന്താ പറയുക, ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. ഇതിനു മുമ്പൊക്കെ ഒരുപാട് പോയിട്ടുള്ളതാണ്. അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല, എന്നാലും ഞാൻ എടുത്തു. അവിടെ നിന്ന് ചേച്ചി എന്നെ വന്ന് പേടിപ്പിച്ചു, മിരട്ടി വിട്ടു. നീ എടുക്കരുത്, എടുക്കാൻ പെർമിഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ട് എടുക്കരുത് കേട്ടോ.
അത് നമ്മൾ അവിടെ ഒന്നും എടുത്തില്ലല്ലോ. എൻ്റെ പൊന്നു ആണാ എടുത്താ? എന്നിട്ടൊന്ന് അതാണോ? ഇതിൻ്റെ മുറ്റമൊക്കെ അതിവിശാലമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുപോലെ ഗാർഡൻ, ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിൽ കൂടെ മെട്രോ പോണത് കാണാം, മെട്രോ ട്രെയിൻ പോണത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ ഞങ്ങളുടെ ഇന്നത്തെ കറക്കവും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതുവരേക്കും സൈനിങ് ഓഫ് അനിത. ബൈ.